ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല കൂട്ടുകാരെ ഇപ്പം. കാരണം അപ്സെറ്റായിപ്പോയി അങ്ങ് ഈ നമ്മുടെ ദുരന്തഭൂമിയിലെ വാർത്തകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്, ടെൻഷൻ അടിച്ച് എന്തുവല്ലേ. അപ്പം ഓരോരുത്തരൊക്കെ ഇപ്പോഴും റീൽസൊക്കെ ഇട്ട് ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അങ്ങ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ തോന്നിയിട്ടില്ല ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ വന്നതേ കൂട്ടുകാരെ ഒരു കാര്യം പറയാവേ, ഒരു ചെറിയ കഥയാണ്. അയ്യോ, എനിക്ക് എന്നോട് ഒരാൾ കുറച്ച് ദിവസങ്ങളായി കേട്ടോ 1000 രൂപ വായ്പ അങ്ങോട്ട് ചോദിച്ചു കേട്ടോ. ഞാൻ അന്നേരം അവരുടെ അടുത്ത് പറഞ്ഞ്, അയ്യോ എൻ്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ ഇപ്പോൾ ഒന്നും ഇരിപ്പില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വേറെ ഒരാൾ കയറി വന്നിട്ട് എന്നോട് പൈസ മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. 1500 രൂപ മേടിച്ചുകൊണ്ട് പോയേ. അപ്പം അത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, ദേഷ്യമായി. എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാതെ അന്നേരം തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. അവരടുത്ത് എനിക്ക് സത്യാവസ്ഥ പറയണമെന്നുണ്ട്. നമ്മളെ സത്യം എന്താണെന്ന് തന്നെ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് ഒന്നിനും, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർ സത്യം മനസ്സിലാക്കുന്നില്ലല്ലോ, പിണങ്ങി ഇറങ്ങി അങ്ങ് പോയി എൻ്റെ അടുത്ത്. ഇന്നത്തെ ഈ ദിവസം വരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, കണ്ടാലും മിണ്ടത്തില്ല കേട്ടോ. കാരണം അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാലല്ലേ എനിക്ക് സത്യം പറയാൻ പറ്റത്തുള്ളൂ. സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ രണ്ടാമത് വന്ന് എന്നോട് കാശ് മേടിച്ചുകൊണ്ട് പോയല്ലോ, ആ ആളിന് ഒരു 1500 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ വായ്പ മേടിച്ചാണ് ഇങ്ങോട്ട്, എൻ്റെ അത്യാവശ്യത്തിന് തന്നതാണ്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ അതേ സമയമാണ് അവർ വന്നത്. ഞാൻ കാത്തു നിൽക്കുമായിരുന്നു അവരെ ഈ പൈസ കൊടുക്കാൻ വേണ്ടി. അതേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അവർ നമ്മുടെ അത്യാവശ്യത്തിന് തന്ന പൈസ നമുക്ക് അവരുടെ അത്യാവശ്യത്തിന് തിരിച്ചു കൊടുക്കണ്ടായോ? കൊടുക്കാമെന്ന് പറഞ്ഞ ആ ദിവസമായിരുന്നു, ആ സമയമായിരുന്നു ഞാൻ കൊടുത്തത്. കടം വാങ്ങിച്ചതല്ലേ, നമ്മൾ ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ചാൽ കിട്ടണ്ടായോ? അതിന് ഞാൻ അങ്ങനെ അവർക്കത് കൊടുത്തു വിട്ടു. ഈ ആൾ മനസ്സിലാക്കുന്നില്ല. അന്ന് ഇയാളൊന്ന് ചോദിക്കുക, എന്താണ്ടായി ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പൈസ തരാതെ അവർക്ക് കൊടുത്തതെന്ന് ചോദിക്കാമല്ലോ. ഇതൊന്നും ചോദിക്കാതെ ഒറ്റപ്പൊക്ക് ദേഷ്യവും ചിലപ്പോൾ ദേഷ്യവും വിഷമം എല്ലാവർക്കും ഉണ്ടാവാം. ആ സമയത്തല്ലേ എനിക്കാണെങ്കിലും ഉണ്ടാവാം, സത്യം അറിഞ്ഞില്ലെങ്കിൽ. അതൊന്ന് സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അയാളൊന്ന് നിൽക്കണ്ടേ? ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ലോകം ഇതാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഈ ലോകത്ത് അങ്ങനെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ തന്നെ അങ്ങ് വിധി എഴുതും എല്ലാ പ്രശ്നങ്ങൾക്കും, അല്ലേ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അവർക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കാമായിരുന്നു, കുറച്ചും കൂടി നിന്നിട്ട് ഇതെന്താ ഇങ്ങനെ ചെയ്തതെന്ന് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്കും ഞാനിപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലേ? ഇതുപോലത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും, എനിക്കറിയാം, ഉണ്ടാവും. അതെനിക്ക് സംഭവിച്ചു കൂട്ടുകാരെ. അങ്ങനെ അവരെന്തെങ്കിലും ഇനി സംസാരിച്ചുകൊണ്ട് വരട്ടെ, അന്നേരം നമുക്ക് സത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ അവർക്ക് കൊടുക്കാനുള്ള കാശാണ് ഞാൻ കൊടുത്തത്, എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ലായിരുന്നു തരാനൊന്നും. ഇനി വേണം പറയാൻ, അത് അവരെന്നോടൊന്ന് സംസാരിച്ചുകൊണ്ട് വന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഈ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുമോ കൂട്ടുകാരെ? അപ്പം അത്രയൊക്കെയുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചോട്ടെ. കാരണം ഇപ്പം ഒരുപാട് ദുരന്തങ്ങൾ, മഴയും കാറ്റും ഒക്കെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും. അപ്പം എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കുക, പ്രവർത്തിക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ഈ അവസ്ഥ ഉണ്ടായ എല്ലാ കൂട്ടുകാരും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ പൈസ എന്ന് പറയുന്നത് കൊടുക്ക വാങ്ങൽ വലിയൊരു പ്രശ്നത്തിൽ തീരുമെന്ന് സത്യമായ കാര്യം അതെല്ലാവരും പറയും കേട്ടോ. കൊടുക്ക വാങ്ങൽ നടത്തരുതെന്ന്. നമുക്കെന്നാലും ഈ പാവങ്ങൾ അന്നൊന്ന് അരി വാങ്ങിച്ച് കഴിയുന്ന നമുക്ക് എന്നെങ്കിലും ഒരു ദിവസം ഒരു കടം മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മേടിച്ച് പോകും നമ്മുടെ അത്യാവശ്യം നടക്കാനായിട്ട്, അല്ലേ? നമ്മൾ കൊടുക്കുകയും ചെയ്യും ഉണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനല്ലേ? പക്ഷേ അത് വലിയൊരു പ്രശ്നത്തിലേക്കായിത്തീരും. നമ്മളെ സ്നേഹബന്ധം ഇല്ലാതാകുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അവസ്ഥ ഉണ്ടായ എല്ലാവരും കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.